രാഷ്ട്രീയത്തിൽ വീണ്ടും വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് പൂഞ്ഞാറിലെ BJP തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദം. NDA സ്ഥാനാർത്ഥിയായി പൂഞ്ഞാറിൽ മത്സരിച്ച മുതിർന്ന നേതാവ് PC ജോർജ് മുൻപ് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ വീഡിയോ പുറത്തു വന്നതാണ് BJP നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയത്. ഫണ്ട് വെട്ടിപ്പ്, പ്രാദേശിക നേതാക്കളുടെ ലക്ഷറി ജീവിതം, നിയമപരിധിയിലുള്ള ലംഘനം എന്നിവയ്ക്ക് പുറമെ PC ജോർജിന്റെ പാർട്ടി മാറ്റത്തെക്കുറിച്ചും BJP വിടാനുള്ള സാധ്യതയെക്കുറിച്ചുമുള്ള ചർച്ചകളും ഇതിലൂടെ വീണ്ടും സജീവമായിരിക്കുകയാണ്. കഴിഞ്ഞ മാസം എരുമേലിയിൽ നടന്ന BJP യോഗത്തിൽ PC ജോർജ് നടത്തിയ പ്രസംഗമാണ് വലിയ വിവാദത്തിന് തിരികൊളുത്തിയത്. പൂഞ്ഞാർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി BJP കേന്ദ്ര നേതൃത്വം 4.5 കോടി രൂപ അനുവദിച്ചിരുന്നുവെന്നും എന്നാൽ ആ പണം താഴെ തട്ടിലേക്ക് എത്താതിരുന്നതിന് കാരണം പ്രാദേശിക നേതാക്കളുടെ വെട്ടിപ്പാണെന്നുമാണ് PC ജോർജ് തുറന്നടിച്ചത്. തെരഞ്ഞെടുപ്പിന് ശേഷം 4,45,00,000 രൂപ ചെലവായെന്ന് കാണിച്ച് നേതാക്കൾ തനിക്ക് കണക്ക് തന്നുവെന്നും എന്നാൽ ആ കണക്കുകൾ പുറത്തുവിട്ടാൽ BJP പ്രവർത്തകർക്ക് കനത്ത നാണക്കേടുണ്ടാക്കുമെന്നും PC ജോർജ് പരിഹസിച്ചിരുന്നു. ഒരു ബൂത്തിന് 31,000 രൂപ വീതം നൽകാൻ ശക്തമായ നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും ആ പണം പലയിടത്തും എത്തിയില്ല. പാർട്ടി ഫണ്ട് വെട്ടിച്ച് നേതാക്കൾ പുതിയ കാറുകൾ വാങ്ങിക്കൂട്ടിയതാണെന്നും BJPയുടെ വിയർപ്പൊഴുക്കിയ പണം കൊണ്ട് വാഹനം വാങ്ങുന്നവർക്ക് തന്റെ ശാപം കിട്ടുമെന്നും അത്തരക്കാർ അപകടത്തിൽപ്പെടുമെന്നും PC ജോർജ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജനപ്രാതിനിധ്യ നിയമപ്രകാരം കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പരമാവധി ചെലവാക്കാവുന്ന തുക 40 ലക്ഷം രൂപയാണ്. എന്നാൽ യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ പൂഞ്ഞാറിൽ മാത്രം 4.5 കോടി രൂപ ചെലവഴിച്ചുവെന്ന BJP സ്ഥാനാർത്ഥിയുടെ തന്നെ വെളിപ്പെടുത്തൽ വൻ നിയമപ്രശ്നങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കറുത്ത പണത്തിന്റെ ഒഴുക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടലംഘനവും പ്രതിപക്ഷ കക്ഷികൾ ആയുധമാക്കുമെന്ന് ഉറപ്പുമാണ്. തന്റെ പ്രസംഗം വിവാദമായതോടെ ഒടുവിൽ PC ജോർജ് പൂർണ്ണമായും മലക്കമറിയുന്ന കാഴ്ചയാണ് കണ്ടത്. താൻ എരുമേലിയിൽ പറഞ്ഞത് തെറ്റിദ്ധാരണ മൂലമാണെന്നും പ്രസംഗത്തിന് ശേഷം പാർട്ടി നേതൃത്വം തനിക്ക് കണക്കുകൾ പരിശോധിക്കാൻ തന്നുവെന്നും PC ജോർജ് വ്യക്തമാക്കി. താൻ മുൻപ് ആരോപണം ഉന്നയിച്ച BJP സെൻട്രൽ റീജിയണൽ ജനറൽ സെക്രട്ടറി സജി കുര്യക്കാട് 5 പൈസ പോലും കക്കില്ലെന്നും സജി കുര്യക്കാട് സത്യസന്ധനാണെന്നും PC ജോർജ് ഇപ്പോൾ പറയുന്നു. താൻ പറഞ്ഞത് തെറ്റാണെന്ന് മനസ്സിലായെന്നും അതിനാൽ ആ പ്രസംഗത്തിന് മാപ്പ് ചോദിക്കുന്നുവെന്നും PC ജോർജ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. തന്നെ രാഷ്ട്രീയമായി തകർക്കാൻ ചില കേന്ദ്രങ്ങൾ പഴയ വീഡിയോകൾ ഇപ്പോൾ കുത്തിപ്പൊക്കുകയാണെന്നും PC ആരോപിച്ചു. കേരള ജനപക്ഷത്തിന്റെ നേതാവായിരുന്ന PC ജോർജും മകൻ ഷോൺ ജോർജും ചേർന്ന് BJPയിൽ ചേർന്നത് വലിയ രാഷ്ട്രീയ ചർച്ചയായിരുന്നു. എന്നാൽ BJPയിൽ എത്തിയതിനു ശേഷവും ഇടയ്ക്കിടെ നേതൃത്വവുമായി ഉടക്കിലാവുകയും സ്വന്തം നിലപാടുകൾ തുറന്നടിക്കുകയും ചെയ്യുന്ന ശൈലിയാണ് PC തുടരുന്നത്. നിലവിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ PC ജോർജ് BJP വിടാൻ സാധ്യതയുണ്ട് എന്ന ചർച്ചകൾ സജീവമാണ്. എന്നാൽ താൻ BJP വിടുന്ന പ്രശ്നമില്ലെന്നും തന്റെ പരാജയത്തിന് കാരണം ക്രിസ്ത്യൻ സമുദായം ഒറ്റക്കെട്ടായി UDFനെ പിന്തുണച്ചതാണെന്നുമാണ് ജോർജ് വ്യക്തമാക്കുന്നത്. BJPയിൽ വെറുതെ ചേർന്നതല്ലെന്നും പാർട്ടി മാറില്ലെന്നും BJP നേതാവ് PC ജോർജ് പറയുന്നുണ്ട്. തന്റെ ജീവൻ രക്ഷിക്കാൻ വന്നത് RSS പ്രവർത്തകരും BJP പ്രവർത്തകരുമാണെന്നും ആ സ്നേഹം കൊണ്ടാണ് BJPയിൽ ചേർന്നതെന്നും PC മാധ്യമങ്ങളോട് പറഞ്ഞു. എനിക്ക് ഒറ്റ തന്തയേ ഉള്ളൂ, അത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി തന്നെയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി മാറുന്ന പ്രശ്നമില്ല. പിന്നെ ഞാൻ BJPയിൽ ചേർന്നത് വെറുതെ ചേർന്നതല്ല. എൻ്റെ ജീവൻ രക്ഷിക്കാൻ വന്നത് RSS BJP പ്രവർത്തകരാണ്. തീവ്രവാദികൾ എന്നെ കൊല്ലാൻ വേണ്ടി വന്നപ്പോൾ 2 പ്രാവശ്യം ഈ RSSന്റെയും BJPയുടെയും പ്രവർത്തകരാണ് എന്നെ രക്ഷിച്ചത്. എന്നെ രക്ഷിച്ചതിലുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ BJPയിൽ ചേർന്നത്. ഇനി പാർട്ടി മാറുന്ന പ്രശ്നമില്ലെന്നും PC പറഞ്ഞു. നേതൃത്വത്തിന്റെ നിലപാട് ഇതാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഫണ്ട് ക്രമക്കേടുകൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പാർട്ടിയിൽ അത്തരത്തിലുള്ള യാതൊരുവിധ അന്വേഷണങ്ങളും നടക്കുന്നില്ലെന്നും എല്ലാ ആഭ്യന്തര കാര്യങ്ങളാണെന്നുമാണ് നേതൃത്വത്തിന്റെ ഔദ്യോഗിക വിശദീകരണം. തന്റെ പതിവ് ശൈലിയിൽ തുറന്നടിച്ച ശേഷം പിന്നീട് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി മലക്കമറിയുന്ന PC ജോർജിന്റെ രീതിയാണ് ഈ സംഭവത്തിലും കാണാൻ കഴിഞ്ഞത്. എങ്കിലും തെരഞ്ഞെടുപ്പ് ഫണ്ടിലെ കോടികളുടെ കണക്കുകളും പ്രാദേശിക നേതാക്കളുടെ അഴിമതി ആരോപണങ്ങളും BJPക്ക് കേരളത്തിൽ വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ മുന്നണി രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും.